നമസ്കാരം. പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എല്ലാം വന്ന് നാനാതരത്തിലുള്ള വിശകലനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും എൻ്റെ ഈ സംസാരം അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ്. കേരളത്തിലെ മോദി ഭക്തന്മാർ, സംഘപരിവാർ അനുകൂലികൾ അവരുടെ ആഹ്ലാദത്തിന് വലിയ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ചെറിയ നിരാശയൊക്കെ ഉണ്ടെങ്കിലും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ എന്തിനാണ് ആഹ്ലാദിക്കുന്നത്? ഞങ്ങൾ തന്നെ അധികാരത്തിൽ വന്നില്ലേ, മോദി തന്നെയല്ലേ പ്രധാനമന്ത്രി, ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്നാണ്. പക്ഷേ അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. വലിയ സൂചനകളാണ്, വലിയ സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ, വിദൂര ഇന്ത്യൻ ഗ്രാമങ്ങളിലെ വളരെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലം BJPയുടെ ഗവൺമെന്റാണ് ഇന്ത്യ ഭരിച്ചിരുന്നത്. അതിൽ മോദി എന്ന മനുഷ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അത് അമിത്ഷാ മാത്രമാണ്. വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. മോദി, അമിത്ഷാ, മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാത്തിനെയും വെട്ടിമാറ്റി മോദി, അമിത്ഷാ എന്ന ഒരു ഏകശിലാത്മകമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ അധികാരത്തിൽ വരാൻ പോകുന്നത് BJP സർക്കാരല്ല, NDA സർക്കാരാണ്. അത് തന്നെയാണ് അതിൻ്റെ വ്യത്യാസം. എന്തായിരുന്നു മോദിയുടെ ആഗ്രഹവും ലക്ഷ്യവും? 400 സീറ്റ് NDAക്ക്, ഒരു 350ഓളം സീറ്റ് BJPക്ക്. അവിടെ നിന്ന് എവിടെ എത്തി കാര്യങ്ങൾ? 240ലേക്ക് BJP എത്തി. എന്ന് വെച്ചാൽ കേവല ഭൂരിപക്ഷം ഇല്ല. ഭരിക്കണമെങ്കിൽ നേരത്തെ പലരും സൂചിപ്പിച്ചതുപോലെ ചന്ദ്രബാബു നായിഡുവും നിതീഷ് കുമാറും ഉൾപ്പെടെയുള്ള ആളുകളുടെ പിന്തുണ ആവശ്യമുണ്ട്. അവർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യവും നടത്താൻ സ്വാഭാവികമായും നരേന്ദ്രമോദിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ആവർത്തിച്ചു പറയാണ്, ഇത് BJP ഗവൺമെന്റ് അല്ല, NDA ഗവൺമെന്റ് ആണെന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. 2025 വളരെ പ്രാധാന്യമുള്ള ഒരു വർഷമാകുമെന്നാണ് കഴിഞ്ഞ ദിവസം വരെ നമ്മൾ കണക്കാക്കിയിരുന്നത്. എന്നാൽ 2025 എന്ന് വെച്ചാൽ അടുത്ത വർഷം സാധാരണയായിട്ടുള്ളൊരു വർഷമായി മാറാൻ പോവുകയാണ്. എന്താണ് അതിൻ്റെ പ്രാധാന്യം നമ്മൾ കരുതിയിരുന്നത്? RSSന്റെ 100ാമത് ജന്മവാർഷികമാണ് 2025. ആ സമയത്ത് RSSന്റെ 100ാം ജന്മദിനത്തിൽ ഇന്ത്യയെ ഹിന്ദു രാഷ്ട്രമാക്കി മാറ്റിയെടുക്കുക, അത് പറയാണ്ട് തന്നെ ഇതായിരുന്നു താല്പര്യം. അതിന് ഭരണഘടന മാറ്റി എഴുതുക. ഹിന്ദു രാഷ്ട്രം എന്ന് വെച്ചാൽ ഹിന്ദുക്കൾ മാത്രമുള്ള രാഷ്ട്രമൊന്നല്ല, ബാക്കിയുള്ള ആൾക്കാരൊക്കെ അറബിക്കടലിൽ പോയിട്ട് ചാടി മരിക്കും എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ചോ, ഹിന്ദുത്വ ഐഡിയോളജി പിന്തുടരാത്ത എല്ലാ മനുഷ്യരും ഇന്ത്യയിൽ സെക്കൻഡ് ക്ലാസ് പൗരന്മാരായി മാറുക, ഈ ഐഡിയോളജി ഉള്ളവർ മാത്രം ഒന്നാംകിട പൗരന്മാരായി മാറുക എന്ന ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് നിരക്കാത്ത കാര്യം സാധിച്ചെടുക്കാം എന്നതായിരുന്നു നരേന്ദ്രമോദിയുടെ മോഹം. എന്താണ് സംഭവിച്ചത്? ഭരണഘടനയിൽ തൊടാൻ പറ്റില്ല. എങ്ങനെയാണ് കഴിഞ്ഞ 5 കൊല്ലം അമിത്ഷായും മോദിയും ചേർന്ന് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കല്ലേ ജമ്മു കാശ്മീർ ഇല്ലാതെയായത്, മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള നിയമങ്ങൾ വന്നത്? ഓരോ നിയമങ്ങളും അങ്ങനെ വന്നതല്ലേ? അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ഇങ്ങനെ മൂക്ക് കയറിട്ട് പിടിച്ചിരിക്കുകയാണ് നരേന്ദ്രമോദിയെ. അത് മുഴുവനായി എന്നല്ല, പക്ഷെ അതിൻ്റെ തുടക്കം കുറിച്ചിട്ടുണ്ട്. സംഘപരിവാർ രാഷ്ട്രീയം അവസാനിക്കുന്നതിൻ്റെ ആരംഭമായി നാം ഈ തെരഞ്ഞെടുപ്പിനെ, ഏറ്റവും ചുരുങ്ങിയത് അധികാരത്തിൽ നിന്നെങ്കിലും, സാമൂഹ്യ ജീവിതത്തിൽ മുഴുവൻ അത് അങ്ങനെയാകും എന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല, അധികാര രാഷ്ട്രീയത്തിൽ നിന്നെങ്കിലും അതിൻ്റെ അവസാനത്തിന്റെ ആരംഭം കുറിച്ചിരിക്കുന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത്. അവരെന്തെല്ലാമാണ് ലക്ഷ്യം വെച്ചിരുന്ന കാര്യങ്ങൾ? ഞാൻ പറഞ്ഞില്ല, ഒന്ന് ഭരണഘടന മാറ്റുകയാണ്, അതിന് നടക്കാൻ പോകുന്നില്ല. ഏക സിവിൽ കോഡിന്റെ കാര്യം നടക്കാൻ പോകുന്നില്ല. ഒരു രാജ്യം, ഒരു എലക്ഷൻ നടക്കാൻ പോകുന്നില്ല. മറിച്ച് നിതീഷ് കുമാർ ഇപ്പോഴേ പറഞ്ഞു കഴിഞ്ഞു, ജാതി സെൻസസ് നടപ്പാക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. BJP അതൊരിക്കലും അംഗീകരിക്കില്ല. അഗ്നിവീർ പദ്ധതി റദ്ദാക്കണമെന്ന് ഇതിനകം തന്നെ JDU പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്, അവർ ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ മട്ടിൽ BJP മുന്നോട്ട് വെക്കുന്ന, സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന, മോദി സ്വപ്നം കണ്ടിട്ടുള്ള ഭരണഘടനാ വിരുദ്ധമായ കാര്യങ്ങൾ ഏറെയൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. ഈ വോട്ടിങ്ങിന്റെ ഒരു പാറ്റേൺ നോക്കൂ. ഇപ്പോൾ ഇടതുപക്ഷമൊക്കെ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കളിയാക്കുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഇടതുപക്ഷത്തിന്
8 സീറ്റാണ് കിട്ടിയിട്ടുള്ളത്. അത് മതിയായ ഒരു സീറ്റാണോ, ആശാവഹമായ ഒരു നമ്പറാണോ ചോദിച്ചാൽ അല്ല. പക്ഷെ ഇന്നത്തെ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ വലിയ തോതിലുള്ള വർഗീയ ധ്രുവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത്, വർഗപരമായ ഐക്യത്തെ വർഗീയത വിഭജിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് 8 സീറ്റ് എന്ന് പറയുന്നത് വളരെ ചെറിയതാണ് എന്ന് കണക്കാക്കാൻ കഴിയില്ല കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, അത് പോരാ, അത് വേറൊരു കാര്യമാണ്. അപ്പോ ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ എന്ന് പറയുന്നതിന്റെ പിറകിലെ താല്പര്യം എന്താണ്? ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ, ഇടതുണ്ടെങ്കിൽ മാത്രമല്ല എന്നേ. സംഘപരിവാർ പറയുന്നത് പോലെ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഒന്നാണ് എന്ന ആശയത്തെ ഇന്ത്യയിലെ ജനങ്ങൾ നിരാകരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു റിസൾട്ട്. ഇടതുണ്ടെങ്കിൽ മാത്രമല്ല, ഇന്ത്യ ഉണ്ടാവുക എപ്പോഴാണ്? തമിഴ്നാട്ടിൽ DMK ഉണ്ടാവണം, TRS ഉണ്ടാകണം, PDP ഉണ്ടാകണം, ഇങ്ങനെ പ്രാദേശികമായിട്ടുള്ള കക്ഷികൾ ഉണ്ടാകണം, ഉത്തർപ്രദേശില് സമാജ്വാദി പാർട്ടി ഉണ്ടാകണം. ഈ വൈവിധ്യങ്ങളാണ് ഭാരതീയത എന്ന് പറയുന്നത്, ഹിന്ദു ദേശീയതയല്ല. അതുകൊണ്ട് നിങ്ങൾ ദേശീയത എന്ന് പറയുന്നതിനേക്കാൾ ഓൾ ഇന്ത്യ പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് നല്ല കേട്ടോ. നാഷണൽ പൊളിറ്റിക്സ് എന്നല്ല. വാക്കിലൊക്കെ വലിയ അർത്ഥങ്ങൾ ഉണ്ടെന്നേ. അഖിലേന്ത്യാ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് വേറൊരു ദർശനമാണ് നൽകുക. അതെന്താണ്? ഇന്ത്യയുടെ ദേശീയത പല ഉപദേശീയതകൾ ചേർന്നതാണ്. അതല്ലേ? നോക്കൂ, വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ റിസൾട്ട് നോക്കൂ. യഥാർത്ഥത്തിൽ ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങൾ, ആസാം ഉൾപ്പെടെ, അവരൊന്നും കൾച്ചറലി ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളുമായി ആ വിധം ഒരു ബോണ്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളൊന്നുമല്ല. ആണ് എന്ന മട്ടിൽ അവിടെയെല്ലാം ഞങ്ങളുടെ ഹിന്ദു ദേശീയത ആണ് നിലനിൽക്കുന്നത് എന്ന മട്ടിലുള്ള പ്രചരണങ്ങളല്ലേ, അതിനുള്ള പരിശ്രമങ്ങളല്ലേ, ആ മട്ടിൽ ഇങ്ങനെ കൂട്ടിച്ചേർക്കാനുള്ള ശ്രമങ്ങളല്ലേ സംഘപരിവാർ നടത്തിയത്? എന്താണ് അവിടെയുള്ള ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു ഉത്തരം എന്താ? ജാർഖണ്ഡില് അവിടുത്തെ മുൻ മുഖ്യമന്ത്രിയെ ജയിലിലിട്ടു. ജാർഖണ്ഡിൽ BJPക്ക് സീറ്റൊക്കെ ഉണ്ട്. പക്ഷേ ആദിവാസി മേഖലയിലെ 4 സീറ്റുകളിലും BJP തോറ്റു. നോക്കൂ, സംഘപരിവാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഒരു രാജ്യം, ഒരു ദേശീയത, ഒരു മതം, ഒരു പാർട്ടി, ഒരു നേതാവ്, ഇങ്ങനെ എല്ലാം ഒന്നിലേക്ക് കേന്ദ്രീകരിക്കുകയല്ലേ. അത് ഹിന്ദുത്വമാണ്. ആ ഹിന്ദുത്വമാകട്ടെ എല്ലാ ഹിന്ദുക്കൾക്കും ഉള്ളതുപോലുമല്ല. അത് ജാതി ഹൈറാർക്കി നിലനിർത്തിക്കൊണ്ടുള്ളൊരു ഹിന്ദുത്വമാണ്. ഇതിന് മറുപടിയായി ജനങ്ങൾ പറഞ്ഞത് എന്താ? നിങ്ങളുടെ ഹിന്ദു ദേശീയതയാലല്ല, പിന്നെയോ ഞങ്ങളുടെ ഭരണഘടനയാലാണ് ഞങ്ങളുടെ ദേശങ്ങൾ ഇന്ത്യയുമായി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ അയോധ്യയിലെ കാര്യം നോക്കൂ. കേരളത്തിൽ വരെ പ്രാണപ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞ് നടക്കുകയായിരുന്നില്ലേ? നമ്മുടെ നാട്ടിലെ മറ്റ് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ടവരൊന്നും, ഇടതുപക്ഷക്കാരുൾപ്പെടെ, അമ്പലത്തിനും ആരാധനയ്ക്കും വിശ്വാസത്തിനും ഒന്നും എതിരല്ല. പക്ഷെ നരേന്ദ്രമോദി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾ, കോമാളിത്തങ്ങൾ എന്തൊക്കെയാണ്? അയോധ്യയിലെ ജനങ്ങൾ അതിന് നൽകിയ മറുപടി എന്താണ്? അവിടെ ജയിച്ചതാരാ? 55,000-ഓളം വോട്ടിന് സമാജ്വാദി പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം ഒരു ദളിതാണ് അല്ലേ? 1957 ശേഷം ഒരു ദളിത് സ്ഥാനാർത്ഥി ഈ ഫൈസാബാദ് മേഖലയിൽ, അയോധ്യ മേഖലയിൽ ജയിച്ചിട്ടില്ല. ഒരു ജനറൽ സീറ്റിൽ മത്സരിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ചപ്പോൾ ഞാൻ സാന്ദർഭികമായിട്ട് പറയാ, കേരളത്തിൽ നടക്കുമെന്ന് ഞാൻ വിചാരിക്കണില്ല. കേരളത്തിൽ നടക്കും. ഒരു ജനറൽ സീറ്റിൽ ഒരു പട്ടികജാതി വിഭാഗത്തിലെ ഒരു സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാൻ, പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിപ്പിക്കാൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് ധൈര്യം ഉണ്ടാവുമോ? ധൈര്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? ധൈര്യമില്ലാത്തത് ആ മട്ടിലേക്ക് നമ്മുടെ സമൂഹം പ്രബുദ്ധമെന്ന് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോ സ്ത്രീകളുടെ കാര്യം നോക്കൂ. 20 പാർലമെന്റ് അംഗങ്ങളിൽ ഒരാൾ പോലും സ്ത്രീയില്ല കേരളത്തിൽ. ഞാൻ സാന്ദർഭികമായിട്ട് പറയാ കേട്ടോ. ഒരു ജനറൽ സീറ്റിൽ പുരുഷനും സ്ത്രീയും മത്സരിച്ചാൽ സ്ത്രീ വേണ്ടതില്ല എന്നേ നമ്മൾ ഇപ്പോഴും തീരുമാനിക്കൂ. ഈ തെരഞ്ഞെടുപ്പിലും അങ്ങനെ തീരുമാനിച്ചല്ലോ. നമ്മളൊക്കെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് അയോധ്യയിലെ ജനങ്ങൾ പട്ടികജാതി മേഖലയിൽ നിന്നുള്ള ഒരു നേതാവിനെ തിരഞ്ഞെടുത്ത് മോദിയും സംഘവും കാണിച്ചിട്ടുള്ള ഈ വർഗീയമായി, ജാതീയമായി വിശ്വാസത്തെ, രാമനെ എല്ലാം ഉപയോഗപ്പെടുത്തി ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ധ്രുവീകരണത്തിന് തടയിട്ടത്. അത് ചെറിയ മെസ്സേജാണോ? ചെറിയ മെസ്സേജ് അല്ല. ഈ മട്ടിൽ ഇന്ത്യയുടെ വൈവിധ്യത്തെ ഉയർത്തിപ്പിടിക്കാൻ ഈ രാജ്യത്തെ ജനങ്ങൾ തയ്യാറായിട്ടുണ്ട് എന്നതാണ് നമ്മുടെ പുതിയ ഇലക്ഷൻ റിസൾട്ട് നൽകുന്ന വലിയ പാഠം എന്ന് പറയുന്നത്. ഇപ്പോൾ ഭരണഘടനയിലെ തത്വങ്ങളും മൂല്യങ്ങളും എല്ലാം ഉണ്ടല്ലോ, ജനാധിപത്യവും സെക്യുലറിസവും എല്ലാം.
ഞങ്ങളെല്ലാം ആവർത്തിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, നരേന്ദ്രമോദിയൊന്നും വിചാരിച്ചാൽ അതിനെയൊന്നും തള്ളി താഴെയിടാൻ സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? ഇപ്പോൾ സെക്കുലറിസം എന്ന ആശയം, അല്ലെങ്കിൽ തുല്യത, നീതി, ഡെമോക്രസി തുടങ്ങിയിട്ടുള്ള ആശയം, ഇത് കുറച്ച് 100-300 ആൾക്കാർ ഭരണഘടനാ അസംബ്ലിയിൽ ഇങ്ങനെ പണ്ഡിതന്മാർ കൂടിച്ചേർന്ന് എഴുതിയുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമല്ല. അവരുടെ ഒരു പാണ്ഡിത്യത്തിൻ്റെയോ അവരുടെ ദീനാനുകമ്പയുടെയോ അവരുടെ സ്റ്റേറ്റ്മെന്റ്ഷിപ്പിൻ്റെയോ ഒന്നും ഒരു ഉദാഹരണങ്ങളല്ല. പിന്നെയോ അത് തെരുവുന്ന് ഭരണഘടനാ അസംബ്ലിയിലേക്ക് കയറി വന്നതാണ് കേട്ടോ. ഭരണഘടനാ അസംബ്ലിയിൽ നിന്ന് തെരുവിലേക്ക് ഇറങ്ങിപ്പോയതല്ല. എന്തുകൊണ്ടാണ് തെരുവിൽ നിന്ന് വന്നതാന്ന് പറയാൻ കാരണം, 47-ൽ ഇന്ത്യ രാഷ്ട്രം ഉണ്ടാക്കിയിട്ടുള്ള ജനങ്ങൾക്ക് ആ ഇന്ത്യ നൽകിയിട്ടുള്ള വാഗ്ദാനമാണ് ഇതെല്ലാം. സെക്കുലറിസം എന്നൊക്കെ പറയുന്നത്, തുല്യത, നീതി, ഡെമോക്രസി എന്നൊക്കെ പറയുന്നത് ജനങ്ങൾക്ക് നൽകിയിട്ടുള്ള വാഗ്ദാനമാണ്. ആര് നൽകിയത്? ഇന്ത്യൻ യൂണിയൻ നൽകിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ നൽകാൻ കാരണം? ജനങ്ങളാണ് ഈ യൂണിയനെ ഉണ്ടാക്കിയത്. അതാണ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന ആ വാചകത്തിന്റെ പവർ അതാണ്. അതിനെ ഒന്നും തകർക്കാൻ ഒരു മോദി അമിത്ഷാ കൂട്ടുകെട്ടിന് സാധിക്കില്ല എന്ന് തെരുവിലെ ജനങ്ങൾ നൽകിയിട്ടുള്ള മറുപടിയാണ് ഈ റിസൾട്ട് എന്ന് നമ്മൾ കാണണം. നിങ്ങൾ ഈ പറയുന്ന ഒറ്റക്കല്ലല്ല, ഒന്നല്ല, പിന്നെയോ വൈവിധ്യങ്ങളാണ്. ഈ വൈവിധ്യങ്ങളാലാണ് ഞങ്ങൾ ഇന്ത്യൻ യൂണിയനിലേക്ക് കയറി വരുന്നത് എന്ന സന്ദേശമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നൽകുന്നത്. അതോടുകൂടി മോദി എന്ന വലിയ വിഗ്രഹം ഇടിഞ്ഞു വീണു. അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായി. നോക്കൂ, എന്തെല്ലാം അവസാനം ബയോളജിക്കലി ഞാൻ ഉണ്ടായിട്ടുള്ള ഒരാളല്ല, ഞാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ഒരാളാണ് എന്നൊക്കെ പറഞ്ഞ് ഒരു 400 സീറ്റ് എങ്ങാനും കിട്ടിയിരുന്നെങ്കിൽ ഈ 5 കൊല്ലം കൊണ്ട് മോദി എന്താകുമായിരുന്നു? അദ്ദേഹം ഒരു ആൾ ദൈവമായി മാറിയേനെ. ആ മോഹങ്ങളെയെല്ലാം ഇന്ത്യയുടെ വൈവിധ്യങ്ങൾ എന്ന കരുത്തുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ ഇടിച്ചു തകർത്തു.